വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബിഗിനേഴ്സിനുള്ള മേക്കപ്പ് കിറ്റ് എങ്ങനെ ക്യൂറേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് മേക്കപ്പ് ഡൂവേഴ്സ് ഉണ്ട്. അവർക്കെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മേക്കപ്പ് പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത്. ഒത്തിരി അധികം യൂട്യൂബേഴ്സ് ഇത്തരത്തിലുള്ള ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത ഒരുപാട് ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾക്ക് അത്യാവശ്യം വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ പ്രൊഡക്റ്റുകൾ നമുക്ക് മൾട്ടിപ്പിൾ യൂസസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോയിലേക്ക് നമുക്കിപ്പോൾ കിടക്കാം. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇപ്പോൾ ഷെയർ ചെയ്യാം. ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയതെന്ന് പറയുന്നത് എൻ്റെ ജോബിൽ ഞാൻ ഫ്രഷർ ആയിരിക്കുന്ന സമയത്താണ്. കോളേജ് പഠിക്കുന്ന സമയത്തൊന്നും ഞാൻ മേക്കപ്പ് അധികം യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. അപ്പോൾ ജോബിൽ ഫ്രഷറായിട്ട് കയറിയ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ബഡ്ജറ്റായിരുന്നു. ആ ബഡ്ജറ്റിൽ എനിക്ക് ഒരുപാട് മേക്കപ്പ് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനൊന്നും സാധിക്കില്ല. എന്നാൽ എനിക്ക് നല്ലൊരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യണം. ആ സമയത്ത് ഞാൻ ഒരുപാട് വീഡിയോസ് റെഫർ ചെയ്യുകയൊക്കെ ചെയ്തു. ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞാൻ വാങ്ങിച്ചു. പക്ഷേ ചില പ്രൊഡക്റ്റുകളൊന്നും എനിക്ക് ഒരാവശ്യം പോലും ഉണ്ടായിട്ടില്ല. അതൊക്കെ എൻ്റെ അലമാരയിൽ വെറുതെ ഇരുന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് പറഞ്ഞു തരുന്നത് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ മേക്കപ്പ് കിറ്റ്, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളുടെ മേക്കപ്പ് കിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവേണ്ട സാധനം എന്ന് പറയുന്നത് പ്രൈമറാണ്. ഞാൻ ആദ്യമൊന്നും പ്രൈമർ യൂസ് ചെയ്യുന്ന ഒരാളെ ആയിരുന്നില്ല. പ്രൈമറിൻ്റെ ആവശ്യം എന്താണെന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പ്രൈമറിൻ്റെ ആവശ്യം തന്നെയില്ല, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ബേസിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് അങ്ങ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതിയല്ലോ എന്നായിരുന്നു എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷേ പ്രൈമർ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് അതുണ്ടാക്കുന്ന ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായത്. ഒരുപാട് ബ്രാൻഡുകൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈമേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. ഷുഗർ പോപ്പ്, ഷുഗർ, അതുപോലെ തന്നെ ഇൻസൈഡ് കോസ്മെറ്റിക്സ്, മാർസ്, ഇവരൊക്കെ ഒത്തിരി നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈമേഴ്സ് മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. ഇവരുടെ പ്രൈമേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യാവുന്നതാണ് ബിഗിനേഴ്സിന്. ഈ പ്രൈമർ നമ്മുടെ മേക്കപ്പിന് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബേസ് തരുക ചെയ്യുന്നത്. നമ്മുടെ മുഖത്ത് ഒരുപാട് പോഴ്സ് ഉണ്ടാകും, ഒരുപാട് എന്താ പറയുക, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ പറയില്ലേ, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കത്തില്ല ഒരു പക്ഷേ നമ്മുടെ മുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബേസ്, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പ്രൈമർ സഹായിക്കും. പ്രൈമർ നമ്മുടെ മുഖത്തെ പോഴ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ലെവൽ ചെയ്യാൻ സഹായിക്കും. നല്ലൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഫേസ് നമുക്ക് മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ പ്രൈമർ നിങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത ഒരു മേക്കപ്പ് പ്രൊഡക്റ്റാണ്, ഈവൻ ഒരു ബിഗിനർ ആണെങ്കിൽ പോലും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രൈമർ പർച്ചേസ് ചെയ്യാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്കൊരു അലോവേര ജെല്ലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അലോവേര ജെല്ല് നമുക്ക് പ്രൈമറായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇപ്പോൾ പ്രൈമറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോയ്സ്ചറൈസിങ് ക്രീംസും അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്താലും മതി. തൽക്കാലം ഒരു ബിഗിനർക്ക് അത് തന്നെ ധാരാളമാണ്. ഇനി ഒരു ബിഗിനറിൻ്റെ മേക്കപ്പ് കിറ്റിൽ ഉണ്ടായിരിക്കേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ടുള്ളൊരു ഷെയ്ഡിലുള്ള കൺസീലറാണ്. നമ്മുടെ മുഖത്തെ ഡാർക്ക് സ്പോട്ടുകൾ, ആക്നെ മാർക്കുകൾ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, സ്കാറുകൾ, ഇതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസീലർ സഹായിക്കും. അപ്പോൾ നമ്മുടെ ഷെയ്ഡ് ഏതാണെന്ന് നോക്കി ഒരു നല്ല കൺസീലർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള ഡാർക്ക് മാർക്സുകളൊക്കെ നമുക്ക് കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഒരു ഫൗണ്ടേഷൻ്റെ ആവശ്യം തന്നെ നമുക്കപ്പോൾ വരുന്നില്ല. നല്ല രീതിയിൽ ഈ പറയുന്ന കൺസീലർ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഒന്ന് സ്പോട്ട് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ക്ലിയർ സ്കിൻ കിട്ടും. ഒരു മേക്കപ്പ് ലുക്ക് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഫൗണ്ടേഷൻ നോർമലി നിങ്ങളൊരു ഫംഗ്ഷന് പോകുവാണ് അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ടിന് പോകുവാണ്, അങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രം ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും, എൻ്റെ മുഖം അത്യാവശ്യം ക്ലീൻ ആയിട്ടും ക്ലിയർ ആയിട്ടുമാണ് ഇരിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കൺസീലറും അതുപോലെ തന്നെ കുറച്ച് മറ്റ് പ്രൊഡക്റ്റുകളും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു കൺസീലർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ മുഖം നല്ല രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ മുഖത്തിൻ്റെ ഡൈമെൻഷൻ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് നിങ്ങളുടെ ഷെയ്ഡ് ഏതാണോ ആ ഒരു ഷെയ്ഡിലുള്ള ഒരു കൺസീലർ മാത്രം മതി. അത് നല്ല രീതിയിൽ കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മുഖം നല്ലതുപോലെ നമുക്ക് ഡൈമെൻഷൻ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മേക്കപ്പ് കിറ്റിൽ, ബിഗിനർ ആയിട്ടുള്ള ഒരാളുടെ മേക്കപ്പ് കിറ്റിൽ ഉണ്ടാവേണ്ട രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കൺസീലറാണ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ബ്രാൻഡുകളുണ്ടല്ലോ, മാർസ് അല്ലെങ്കിൽ ഇൻസൈഡ് കോസ്മെറ്റിക്സ്, ഷുഗർ പോപ്പ്, ഇവർ തന്നെയാണ് ഈ പറയുന്ന
എല്ലാ മേക്കപ്പ് പ്രൊഡക്റ്റുകളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഏതൊക്കെ ബ്രാൻഡ്സ് ആണ് അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് കൊണ്ടുവരുന്നത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയാം. ഓക്കെ, ഇനി നമ്മുടെ ഈ കിറ്റിൽ ഉണ്ടാവേണ്ട മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഒരു കോമ്പാക്ട് പൗഡറാണ്. ലൂസ് പൗഡർ അല്ല, കോമ്പാക്ട് പൗഡർ. കോമ്പാക്ട് പൗഡർ ആകുമ്പോൾ നമ്മുടെ ഷെയ്ഡിനനുസരിച്ചിട്ടുള്ളൊരു കോമ്പാക്ട് പൗഡർ കിട്ടും, ലൂസ് പൗഡറും കിട്ടും. പക്ഷേ അതിനേക്കാൾ നല്ലത് എന്തുകൊണ്ടും കോമ്പാക്ട് പൗഡറാണ്. നമ്മുടെ മുഖത്ത് നമ്മൾ കൺസീലറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മുഖത്ത് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം. കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖം കംപ്ലീറ്റ്ലി ബേസ് റെഡിയാകും. അതുപോലെ തന്നെ ഒരു നല്ല രീതിയിൽ നമ്മുടെ മുഖം ഗ്ലോ ചെയ്യാനൊക്കെ തുടങ്ങും. ഒരു മേക്കപ്പ് ലുക്കും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ബാക്കി അവിടെ ഇവിടെയൊക്കെയുള്ള ചെറിയ തട്ടുകൂട്ട് പണികൾ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഒരു കോമ്പാക്ട് പൗഡർ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മേക്കപ്പ് ലുക്ക് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഷെയ്ഡിലുള്ള ഒരു കോമ്പാക്ട് പൗഡറും നമ്മൾ നമ്മുടെ മേക്കപ്പ് കിറ്റിൽ കരുതിയിരിക്കണം. ഓൾറെഡി നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ട പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഐ പ്രൊഡക്റ്റിലേക്ക് കിടക്കാം. നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങളുടെ പുരികം ത്രെഡ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഐബ്രോ പെൻസിലിൻ്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ത്രെഡ് ചെയ്യുന്ന ആളല്ലെങ്കിൽ ഒരു ഐബ്രോ പെൻസിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നിർബന്ധമായിട്ടും നമ്മുടെ കിറ്റിൽ ഉണ്ടാവേണ്ട 2 ഐ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് ഒരു മസ്കാരയും അതുപോലെ തന്നെ ഒരു ഐലൈനറുമാണ്. നിങ്ങൾ ഐലൈനർ യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കാജലാണെങ്കിലും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ആ കാര്യത്തിലൊന്നും അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷെ ഒരു മസ്കാരയും ഒരു ഐലൈനർ അല്ലെങ്കിൽ ഒരു കാജൽ നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഈ പറയുന്ന മസ്കാര എന്ന് പറയുന്നത് ഒരുപാട് റേഞ്ചിലുള്ള മസ്കാരാസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. 600, 700, 800 ഒക്കെ റുപ്പീസ് റേഞ്ചിൽ വരുന്ന ഒരുപാട് മസ്കാരാസ് നമുക്കൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. അറൗണ്ട് ഒരു 400 റുപ്പീസ് റേഞ്ചിൽ വരുന്ന മസ്കാര പർച്ചേസ് ചെയ്താൽ മതി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്കാര ഒരു മാക്സിമം 1 ഇയറേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും മസ്കാര മാറ്റുന്നതാണ് എന്തുകൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിന് നല്ലത്. അതുപോലെ തന്നെ മസ്കാര കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും കട്ട പിടിക്കാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 400 റേഞ്ച് വരുന്ന ഒരു മസ്കാര പർച്ചേസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. മസ്കാര എപ്പോഴും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് നല്ലൊരു എനർജറ്റിക് ലുക്ക് കിട്ടും. അതുപോലെ തന്നെ ഐലൈനറും സെയിം കാര്യമാണ് ചെയ്യുന്നത്. ഐലൈനർ അല്ലെങ്കിൽ കാജൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കണ്ണ് നല്ലതുപോലെ വിടർന്ന് വരും. കണ്ണിൻ്റെ ഒരു നല്ല പുതിയൊരു എനർജിയൊക്കെ കിട്ടും. നല്ല മുഖം തന്നെ കംപ്ലീറ്റ്ലി മാറും, ബ്രൈറ്റ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു മസ്കാരയും ഐലൈനർ അല്ലെങ്കിൽ കാജലും നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ കിറ്റിൽ കരുതിയിരിക്കണം കേട്ടോ. അതും ഈ പറയുന്ന ബ്രാൻഡുകളുടെ തന്നെ, അല്ലെങ്കിൽ മെബ്ലിൻ ന്യൂയോർക്കിൻ്റെ ഒക്കെ കാജൽ അല്ലെങ്കിൽ മസ്കാരയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഐലൈനർ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഐലൈനർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അത് സ്മഡ്ജ് പ്രൂഫ് വേണമെങ്കിൽ അങ്ങനെ, അല്ല നോർമലി ആയിട്ടുള്ളൊരു ഐലൈനർ മാത്രം മതിയെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന 3 പ്രൊഡക്റ്റുകൾ അത് വളരെയധികം തോട്ട്ഫുൾ ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങളൊരു ഹൈലൈറ്റർ പേഴ്സൺ ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഹൈ പോയിന്റുകളൊക്കെ അത്യാവശ്യം ഗ്ലോയി ആയിട്ട് ബ്ലിങ്കി ആയിട്ട് തിളങ്ങിയിരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹൈലൈറ്റർ പർച്ചേസ് ചെയ്യാം. അത് തന്നെ ഒരുപാട് കളേഴ്സുള്ള ഹൈലൈറ്റർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള മേക്കപ്പ് ലുക്കുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈവൻ നമുക്ക് അതൊരു ഐ ഷാഡോ ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതേസമയം നൈറ്റ് ഔട്ടിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. സൺ കിസ്ഡ് ആയിട്ടുള്ള ലുക്സ് വേണമെങ്കിൽ നമുക്ക് ഡേ ടൈമിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്കൊരു ഹൈലൈറ്റർ ഉണ്ടെങ്കിൽ ബ്രോൺസറായിട്ടും ഐ ഷാഡോ ആയിട്ടും ഒക്കെ നമുക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഒരു ഹൈലൈറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതേസമയം നിങ്ങളൊരു ബ്ലഷ് പേഴ്സൺ ആണെന്ന് നോക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ചീക്സ് ഒക്കെ കുറച്ച് ബ്ലഷ്ഡ് ആയിട്ട് കുറച്ച് പിങ്കി ആയിട്ടിരിക്കുന്നതാണ്, കുറച്ച് ഡ്യൂയി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഒരു ബ്ലഷ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷേ ബ്ലഷ് പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ് ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് ലിപ്പിലും അപ്ലൈ ചെയ്യാൻ പറ്റും, ചീക്സിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ബ്ലഷ് യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് നമ്മുടെ ലിപ്സ് ലൈറ്റായിട്ട് വെക്കുന്നതാണ്. ഒരുപാട് ബോൾഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ലൈറ്റ്ലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ മാത്രമേ ആ ഒരു സട്ടൽ ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ബ്ലഷാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്കുമാകും ചീക്സിലേക്കുള്ളതുമാകും. അതേസമയം ഹൈലൈറ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിപ്സ്റ്റിക്ക് നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലെപ്പോഴും കരുതി വയ്ക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോൾഡ് ലിപ്സ്റ്റിക്ക് നിങ്ങളുടെ കിറ്റിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ബോൾഡ് ലിപ്സ്റ്റിക്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ആ സമയത്ത് ബ്ലഷ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. സോ ഈ 3 പ്രൊഡക്റ്റുകളിൽ, അതായത് ഒരു ഹൈലൈറ്റർ അല്ലെങ്കിൽ ഒരു ചീക്ക് ആൻഡ് ബ്ലഷ് ടിൻറ്റ്, അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക്, ഇതിൽ ഏതൊക്കെ പ്രൊഡക്റ്റുകൾ ഏതൊക്കെ കോമ്പിനേഷനിൽ യൂസ് ചെയ്യണം എന്നുള്ളത് അത് നിങ്ങളുടെ കംപ്ലീറ്റ് വിഷാണ്, നിങ്ങളുടെ ചോയ്സാണത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക്
പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പല ലിപ്സ്റ്റിക്കുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇനീഷ്യലി നമുക്ക് ഇതിലേതെങ്കിലുമൊക്കെ കുറച്ച് പ്രൊഡക്റ്റിൽ ഈ മൂന്നിലേതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ മാത്രമുണ്ടെങ്കിൽ ഒരു നല്ല മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മേക്കപ്പ് ലുക്ക് കുറേ നേരത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യുക. അതിൻ്റെ ആവശ്യം നിർബന്ധമായിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങളൊരു ഹോൾ ഡേ ഈ ഒരു മേക്കപ്പ് ലുക്കിൽ നിൽക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒരു ഫിക്സർ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഫിക്സിങ് സ്പ്രേ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ നിർബന്ധമൊന്നുമില്ല. നോർമലി ഫിക്സിങ് സ്പ്രേ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യം നിർബന്ധമൊന്നുമില്ല. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് കുറേ നേരത്തേക്ക് ലൈക്ക് ഒരു ഹോൾ ഡേ ഒക്കെ നിങ്ങളുടെ മേക്കപ്പ് നിങ്ങളുടെ മുഖത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സിങ് സ്പ്രേ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മേക്കപ്പ് കിറ്റിൽ അവസാനം വേണ്ട പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മൈസെല്ലാർ വാട്ടറാണ് കേട്ടോ. ഗാർണിയറിൻ്റെ മൈസെല്ലാർ വാട്ടറൊക്കെ വളരെ നല്ല മൈസെല്ലാർ വാട്ടറാണ്. മൈസെല്ലാർ വാട്ടർ നോർമലി മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതും. ഒരു മേക്കപ്പ് റിമൂവർ നിർബന്ധമായിട്ട് നമ്മുടെ മേക്കപ്പ് കിറ്റിൽ ഉണ്ടായിരിക്കണം. ഒരു മൈസെല്ലാർ വാട്ടറാണ് അതിന് ഏറ്റവും നല്ലത്. ഗാർണിയറിൻ്റെ മൈസെല്ലാർ വാട്ടർ ഇസ് വെരി ഗുഡ്. അതുപോലെ തന്നെ അഫോർഡബിളുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മേക്കപ്പ് കിറ്റിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട മറ്റൊരു സാധനം എന്ന് പറയുന്നത് മൈസെല്ലാർ വാട്ടറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മേക്കപ്പ് കിറ്റിലുണ്ടെങ്കിൽ ഒരു ബിഗിനർക്ക് നല്ല രീതിയിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മേക്കപ്പ് ലുക്കുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ പഠിക്കാനും പറ്റും. ഒരുപാട് കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബജറ്റിൽ തന്നെ ഒതുങ്ങുന്ന രീതിയിലുള്ള മേക്കപ്പ് പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ബിഗിനർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് കിറ്റ് ക്യൂറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ വളരെ അധികം യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോയാണ്. എസ്പെഷ്യലി മേക്കപ്പ് ലവേഴ്സിന്, മേക്കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നവർക്ക്, മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി ഇല്ലാത്തവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വളരെ കണ്ടതിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് അടുത്ത തവണ വരാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.